നല്ല മനുഷ്യരായി തീരുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ്. മറ്റു എന്ത് കാര്യം പഠിച്ചാലും എത്രമാത്രം ഉയർന്നാലും നല്ല മനുഷ്യനാവുന്നില്ല എങ്കിൽ നമ്മുടെ പഠനമൊക്കെ വെറുതെയായി പോകും. പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്, ദാറ്റ്സ് എ സ്കിൽ യു ഹാവ്. അതിനുവേണ്ടിയായിരുന്നു ഇപ്പോൾ നമ്മൾ ചില ഇംഗ്ലീഷ് കോഴ്സുകളും ഇംഗ്ലീഷ് പഠനങ്ങളും നടത്തിയത്. I am proud to say that I can speak German very well. And all the more I can tell that I can speak also Italian. I can understand, I can speak also Spanish. ഇത് പ്രൊഫഷൻസി സ്കില്ലാണ്. ഇപ്പോൾ ഓരോ ഫീൽഡിലും നമുക്കുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വിഷൻ കൊടുക്കുക, ദർശനം. നിങ്ങൾക്കെല്ലാവർക്കും കാഴ്ചയുണ്ട്, നിങ്ങളെന്നെ കാണുന്നില്ലേ? കാണാൻ പറ്റാത്ത കാഴ്ചകളുണ്ട്. ഉൾക്കാഴ്ചയുള്ളവരുടെ ആയിത്തീരുക. അപ്പോൾ ദർശനം, വിഷനം ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് ദർശനം. ബിലീഫ് സിസ്റ്റം, അക്വയർഡിങ് ബിലീഫ് സിസ്റ്റം. നമുക്ക് ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ അതേഴ്സ്. നമ്മൾ ഏതവസ്ഥയാണെന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആ തൃഷ്ണ, ഒരു പവറുണ്ട്. അത് ദൈവം തന്നിരിക്കുന്ന പവറാണ്. അതിനെ ശക്തിപ്പെടുത്താനായിട്ട്, ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പരസ്പരം അനുമോദിക്കുവാനും സഹകരിച്ച് പുതിയ പുതിയ പഠന വഴികൾ തേടുവാനും തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അറിയുവാനും പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നേറുവാനും കഴിയുന്നവരായിട്ട് മാറണം. അതിനുവേണ്ടിയുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. എൻ്റെ സാധ്യതകളെല്ലാം ഞാൻ എങ്ങനെ പൂവണിയിക്കും, അതിനുള്ള സാധ്യതകൾ എനിക്ക് ഒരുങ്ങി വരുമ്പോൾ ഞാൻ എങ്ങനെ അവ ഉപയോഗിക്കും? പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഏത് തലത്തിൽ പഠിക്കുന്നുവോ അവിടെ എൻ്റെ പരമാവധി ഞാൻ ചെയ്യും. അതെങ്ങനെയാണ്? ഐ ഡു തിങ്സ് ആസ് ഇഫ് എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ മീ. ഈ പഠനമെല്ലാം, എനിക്ക് വരാനുള്ള പരീക്ഷയ്ക്കുള്ള എൻ്റെ കസർത്തെല്ലാം, എൻ്റെ അഭ്യാസങ്ങളെല്ലാം എന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഒരു വശത്ത് ഞാൻ ചിന്തിക്കും. അപ്പോൾ ഞാൻ മടി കൂടാതെ കാര്യങ്ങൾ ചെയ്യും. അതേ നിമിഷം എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കരുതും എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ വിജയിച്ചില്ലെങ്കിൽ പോലും ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ അധ്വാനിച്ചു, ബാക്കി ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ ഒരു മനോഭാവം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ ദ റിസൾട്ട് ഓഫ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്. ദൈവത്തെ ആശ്രയിച്ചാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, റിസൾട്ട് ഇല്ലെങ്കിലും ഞാൻ തകർന്നു പോവുകയില്ല, നിരാശനാവുകയില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോഴെല്ലാം വേണ്ട വിധം വിജയം വരിക്കണമെന്നില്ല. ഏറ്റവും പ്രധാനം വിശ്വസ്തനായിരിക്കുക എന്നാണ്. എന്താണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എന്താണോ പഠിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യും. ഫെയ്ത്ത്ഫുൾനെസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബീയിങ് സക്സസ്ഫുൾ. അപ്പോൾ അച്ഛൻ സ്വപ്നം കാണാൻ പറഞ്ഞതുപോലെ നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ള സ്വപ്നം കാണും. ഇപ്പോഴേ 10ാം ക്ലാസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് +1 കോഴ്സ് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ആകസ്മികതയും നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യമാണ്. Education is drawing up the best in a person. നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് മിടുക്കരായി കുറേ മാർക്കുകൾ മേടിച്ച് അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ നല്ല മനുഷ്യരായി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിനും നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ നിങ്ങളുടെ സൊസൈറ്റിയിലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിത മാതൃക കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിനക്ക് ആരാണ് ആഗ്രഹം? ജനറ്റിക് എഞ്ചിനീയർ. ജനറ്റിക് എഞ്ചിനീയർ അതെന്താണ്? അതായത് ജീനോമുകളെ ചെയ്ത് പുതിയ സ്പീസീസിനെ ക്രിയേറ്റ് ചെയ്യുകയും
ആദ്യത് രോഗങ്ങൾ ക്യൂർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പുതിയ ശാസ്ത്രശാല. ആഹാ, ഇത് ആര് പറഞ്ഞത് നിനക്ക്? റിസർച്ച് ഗൂഗിൾ സെർച്ച് ചെയ്താ? സിനിമ. അപ്പൊ ഫ്രാൻസിസ് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുകയാണ്, ഒരു ജനറ്റിക് എഞ്ചിനീയർ ആകണം. കണ്ടോ? പക്ഷെ ഈ സ്വപ്നം കാണുന്നത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ പൊയ്യയുടെ വകയിൽ മറ്റുള്ളവർ കേൾക്കുന്നത്. ആണോ അല്ലയോ? ആണോ? നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ ഈ കാര്യം? ഫ്രാൻസിസിനെ സ്വപ്നം കാണാനായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? ഓക്കെ, ചിലര് ഫ്രാൻസിസിനെ കളിയാക്കിയിരിക്കും അല്ലെ? ഓ, അവന്റെ ഒരു സ്വപ്നം ഓടാക്കണം. അപ്പൊ ഫ്രാൻസിസിനെ എന്ത് വിചാരിക്കും? അത് വെല്ലുവിളിയായിട്ട് എടുത്ത് അത് നേരിട്ട് അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സ്വപ്നമാണ്, അത് യാഥാർത്ഥ്യമാക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഈ വർക്ക് ചെയ്യാൻ പോവാണ് നിങ്ങൾ. ആര് ചെയ്യും? നമ്മൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം. എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കാം. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കൊടുക്കാൻ കഴിയും, അത് വേറൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നതാണ് നമ്മുടെ കൺസേൺ. ഈ ചിലരുടെ സ്വപ്നങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നും നടക്കുമോ, ഇത് ശരിയാവോ? വിനേശ്വരൻ അങ്ങനെ ഒരു സ്വപ്നത്തിലായിരുന്നു. അതായത് ഇവിടെയുള്ളവരെല്ലാം വിളിച്ചുകൊണ്ട് ഒരു ഗ്ലോബൽ ട്രെയിനിങ്, ഏറ്റവും പക്കായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കുമല്ലോ. സാധാരണ കുട്ടികൾക്കാണെങ്കിൽ പറ്റും, ചെറിയ കുട്ടികളാണെങ്കിൽ പറ്റും. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇതേ അവധിക്കാലത്ത് ഇവിടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ 10 മുതൽ ഏറ്റവും വിലയുള്ള സമയമാണ് 10 മണി മുതൽ 12 മണി വരെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക എന്നുള്ളത്. അതും ഒരു അവധിക്കാലത്ത് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരമല്ല. പക്ഷേ വിന്യാസം കണ്ട സ്വപ്നം അങ്ങനെയല്ല. ചിലരുടെ സ്വപ്നമാണ് എന്തായിട്ട് മാറുന്നത്, ലോകത്തിലെ തന്നെ വലിയ അറിവായിട്ട് മാറുന്നത്.